ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ അബൌട്ട് കീം എക്സാം. കീം എക്സാമിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, എന്താണ് കീം, വാട്ട് ഈസ് കീം എന്നുള്ള കാര്യം നമ്മൾ നോക്കും. കീ രജിസ്ട്രേഷൻ ഡേറ്റ്സ് എന്തൊക്കെയാണ്, രജിസ്റ്ററിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. എക്സാമിനേഷൻ ഷെഡ്യൂൾ നമ്മൾ നോക്കുന്നുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നോക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ പ്രോസസ് നമ്മൾ നോക്കുന്നുണ്ട്, എക്സാം പാറ്റേൺ നോക്കുന്നുണ്ട്. സോ A to Z കാര്യങ്ങൾ. ഇപ്പൊ കീം എക്സാമിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും വന്നോളൂ, നമ്മുടെ വീഡിയോ കണ്ടോളൂ, നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അപ്പോൾ കീം 2026 എന്തൊക്കെ കാര്യങ്ങളാണ്. കീം എന്ന് പറയുന്നത് എന്താണ്? കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാം ആണ് അല്ലെ. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്നുള്ളതാണ് ഈ കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലെ. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം ആണ്. അതൊരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം ആണ് ഫോർ അഡ്മിഷൻ ടു വേരിയസ് പ്രൊഫഷണൽ ഡിഗ്രീസ് കോഴ്സസ്. ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ. മെഡിക്കലിൽ നമ്മൾ എങ്ങനെയാണ്? നീറ്റ് സ്കോർ വെച്ചിട്ടായിരിക്കും ചെയ്യാം. ഇൻ കേരള, ഇന്ത്യ, കണ്ടക്ടഡ് ബൈ ദ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ CEE ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് സബ്ജക്ട് ലൈക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് പഠിക്കേണ്ടി വരിക? ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഫോർ ബിടെക്. ബിടെക്കിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കണം. ആൻഡ് പ്രൊവൈഡ്സ് റാങ്ക് ഫോർ ദ അഡ്മിഷൻ വിത്ത് കൗൺസിൽ മാനേജ് ടു ദ സിംഗിൾ വിൻഡോ സിസ്റ്റം. ഓക്കെ, ഇനി ഇതില് നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. The KEAM 2026 official notification has been released with the Commissioner for Entrance Examination Kerala. Registration is currently open as of January 5th 2026 അല്ലെ. ജനുവരി 5-ാം തീയതി തൊട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം ജനുവരി 5-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് ഒരു മാസം ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കരുത്. 5 മണി വരെ 2026 ജനുവരി 31 5 മണി വരെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിംഗ് ബേസിക് സർട്ടിഫിക്കറ്റ്സ് എപ്പോഴാണ്? ജനുവരി 31st 2026 തന്നെയാണ്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് നേറ്റിവിറ്റി. ലാസ്റ്റ് ഡേറ്റ് ഫോർ അതർ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി 7 2026 5 PM. നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം സൈറ്റ് ബ്ലോക്ക് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ജനുവരി 5-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ചെയ്യാം. അഡ്മിഷൻ കാർഡ് റിലീസും അവർ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1-ന് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ബേസിക് സർട്ടിഫിക്കറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ബേസിക് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അല്ലെ, ഡേറ്റ് ഓഫ് ബർത്തും നേറ്റിവിറ്റിയും. അപ്പൊ നാഷണാലിറ്റിയും അതുപോലെ DOB സർട്ടിഫിക്കറ്റും വേണം. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അറിയും? SSLC സർട്ടിഫിക്കറ്റ് വേണം. ഇനി അടുത്ത് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ വേണം. പിന്നെ വേണ്ടത് നാഷണാലിറ്റി ആൻഡ് DOB സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ വേണ്ടത് കേട്ടോ. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അറിയാലോ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിൽ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. SSLC വേണം, SSLC വേണം. പിന്നെ ഇതിലൂടെ ഓൾറെഡി പറയുന്ന പോലെ തന്നെ ഏതാണ്? DOB അല്ലെ, DOB ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നാഷണാലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. അതുപോലെ തന്നെ സ്കാൻഡ് കോപ്പീസ് ഓഫ് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ, ഇതാണ് ഇതിന് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ഇനി എന്താണ് നോക്കാനായിട്ട് പോകുന്നത്? എക്സാമിനേഷൻ ഷെഡ്യൂൾ എപ്പോഴത്തേക്കാണ് എക്സാം വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് CBT ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റിലായിരിക്കും. എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 13 ടു ഏപ്രിൽ 25 വരെ ആയിരിക്കും ആ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ 13 ടു ഏപ്രിൽ 25 വരെ കേട്ടോ. മെയിൻ എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 17, 18, 19, 20, 21, 22 ആൻഡ് 23-ലാണ് മെയിൻ എക്സാമുകൾ നടക്കാനായിട്ട് പോകുന്നത്. ബഫർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്തിരിക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 13, 16, 24 ആൻഡ് 25 എന്ന് പറയുന്നത് റിസർവ് ഡേയ്സ് ആണ്. പിന്നെ എക്സാം ടൈമിംഗ് ഉച്ചയ്ക്ക് ശേഷമാണ്. 2 to 5 മണി വരെയാണ് എക്സാം ടൈം വരുന്നത്. അപ്പൊ കീം എക്സാം എന്ന് പറയുമ്പോൾ CBT ആയിരിക്കും. ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, പാറ്റേൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 to ഏപ്രിൽ 25, 2026 ആണ്. മെയിൻ എക്സാം ഡേയ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 17, 18, 19, 20, 21, 22 ആൻഡ് 23 ആണ്. ബഫർ ഡേയ്സ് ഏപ്രിൽ 13, 16, 24, 25 ആണ്. എക്സാം ടൈമിംഗ് എന്ന് പറയുന്നത് 2 PM to 5 PM വരെയാണ്.
ഓക്കെ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് മിനിമം 17 വയസ്സെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അക്കാദമിക് ആയിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗിനാണെങ്കിൽ +2 പാസ് ആയിരിക്കണം. ഇത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇസ് കമ്പൽസറി സബ്ജക്ട്. കമ്പൽസറി സബ്ജക്ട് ഏതൊക്കെയാണ്? ഫിസിക്സും മാത്സും പഠിച്ച് പാസ് ആയിരിക്കണം. ആൻഡ് കെമിസ്ട്രി ഇസ് ആൻ ഓപ്ഷൻ. കെമിസ്ട്രി ഒരു ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കെമിസ്ട്രിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ബയോളജി ആർ ഓൾട്ടർനേറ്റീവ് ഇഫ് കെമിസ്ട്രി ഇസ് നോട്ട് സ്റ്റഡിഡ്. ഇനിയിപ്പോ ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ല, എനിക്ക് കീം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഫിസിക്സ് ആൻഡ് മാത്സ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഫിസിക്സും മാത്സും എന്തായാലും പഠിച്ചിരിക്കണം, കമ്പൽസറി ആണ്. ഇനി കെമിസ്ട്രി എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. കെമിസ്ട്രിക്ക് പകരം ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ആയാലും കുഴപ്പമില്ല, ബയോടെക്നോളജി ആയാലും കുഴപ്പമില്ല, ബയോളജി ആയാലും കുഴപ്പമില്ല, കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ. എത്ര മാർക്ക് വേണം മക്കളെ? 45% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എഞ്ചിനീയറിംഗിലേക്ക് കേട്ടോ. ഇനി ഫാർമസിസ്റ്റിനാണെങ്കിൽ പാസ് +2 വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആസ് കമ്പൽസറി. ഫിസിക്സും കെമിസ്ട്രി ഇവിടെ ഫാർമസി ആണെങ്കിൽ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫിസിക്സും മാത്സും ആണ്, ഫാർമസി ആണെങ്കിൽ എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും ആസ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി എന്ന് പറയുന്നത് അവിടെ ഓപ്ഷണൽ ആണ്. മാത്തമാറ്റിക്സും ബയോളജിയും അവിടെ എന്താണ് ഓപ്ഷണൽ ആണ്. ഓക്കെ. ഇനിയിപ്പോ മെഡിക്കൽ ആർക്കിടെക്ചർ ആണെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, കീമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗും ഫാർമസിയിലും സീറ്റ് കിട്ടണമെങ്കിൽ, കേരളത്തിൽ സീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ രജിസ്റ്ററും ചെയ്യണം, എക്സാം എഴുതിയിരിക്കുകയും വേണം. എന്നാൽ ആസ് ഇൻ ദ കേസ് ഓഫ് മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ ഈ കേസുകളിലുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം, എന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. ബട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നീറ്റ് യുജിന്റെ ബേസിസിലായിരിക്കും. നീറ്റ് യുജി 2026 ആൻഡ് നാറ്റ 2026 കോഴ്സിന്റെ ബേസിസിലായിരിക്കും എന്താ അതിന്റെ അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് മെഡിക്കൽ ആർക്കിടെക്ചറിന്റെ. അറിയുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാതിരിക്കരുത് എഞ്ചിനീയറിംഗും ഫാർമസിയും വേണ്ട കുട്ടികൾ. ഇനി അത് മെഡിക്കൽ ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം ഞാൻ നീറ്റിലേക്കാണ്, എനിക്ക് കീം ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. മസ്റ്റ് രജിസ്റ്റർ ഫോർ കീം. കാര്യം നമ്മൾ കീമിന്റെ ഫുൾ ഫോം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. സോ മസ്റ്റ് രജിസ്റ്റർ ഫോർ കീം, ബട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നീറ്റിന്റെ ബേസിസിലായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് 17 വയസ്സ് എന്തായാലും +2 കഴിഞ്ഞാകും അല്ലെ. 45% മാർക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. കോഴ്സസ് ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ്, ബിഫാം രണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ 925 രൂപയാണ് ജനറലിന് വരുന്നത്. SCക്ക് 400, STക്ക് നില്ലാണ് കേട്ടോ. ഇനി ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് ബോത്ത് എല്ലാം കൂടി ആണെങ്കിൽ 650 രൂപയാണ് വരുന്നത്. 260 SC, STക്ക് ഇല്ല. ഇനി എല്ലാ കോഴ്സസിനും ആണ് എക്സാം എഴുതണമെങ്കിൽ 1125 രൂപയാണ് വരുന്നത്. 500 രൂപയാണ് SCക്ക്, STക്ക് ഇല്ല. ഓക്കെ, ഫീസ് മസ്റ്റ് ബി പെയ്ഡ് ഓൺലൈൻ ബൈ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് വഴിയാണ് ഫീസ് പേ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ്? ഈ സൈറ്റിലാണ് പോവാം. CEE കേരള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ പ്രൊവൈഡ് ബേസിക് ഡീറ്റെയിൽസ് ആൻഡ് ക്രിയേറ്റ് എ പാസ്വേഡ്. നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ എൻ്റർ അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഇൻഫോർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഫീസ് പേ ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, സ്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. കണ്ടോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ഓൾറെഡി നമ്മൾ അവിടെ എഴുതി പറഞ്ഞ കാര്യങ്ങളാണ്. സ്കാൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, നെസസറി സർട്ടിഫിക്കറ്റ്സ് വേണം, അതായത് നേറ്റിവിറ്റി ബർത്ത് സർട്ടിഫിക്കറ്റ് അതാണ് വേണ്ടത്. ഒരു പ്രിസ്ക്രൈബ് ഫോമാറ്റിലും ആയിരിക്കണം. അതിൽ തന്നിരിക്കുന്ന ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് പ്രിസ്ക്രൈബ് ഫോമാറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ CEE കേരള ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ബേസിക് ഡീറ്റെയിൽസും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുക, ഫീസ് പേ ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? സ്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് നെസസറി സർട്ടിഫിക്കറ്റ്സ് ഇൻ എ പ്രിസ്ക്രൈബ് ഫോമാറ്റ്സ്. ഓക്കെ, ഇനി അതിന്റെ പ്രിന്റ് കൺഫർമേഷൻ ട്ടോ. ഡൗൺലോഡ് ആൻഡ് സേവ് ദ ഫൈനൽ അക്നോളജ്മെന്റ് പേജ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ നമുക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി ഇവർക്ക് മാത്രമേ എക്സാം പാറ്റേൺ ആവശ്യമുള്ളൂ അല്ലെ.
എഞ്ചിനീയറിംഗ് ആൻഡ് അപ്പൊ നമ്മൾ ആദ്യം എഞ്ചിനീയറിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ആൻഡ് എക്സാം പാറ്റേൺ ഫോർ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സ് എക്സാം ഈസ് കണ്ടക്ടഡ് ആസ് എ സിംഗിൾ സെഷൻ കംപ്രൈസിംഗ് 3 സബ്ജക്ട്. 3 സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 150 MCQs ആയിരിക്കും ഉണ്ടായിരിക്കുക. സബ്ജക്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. മാത്സിന് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഫിസിക്സ് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ടോട്ടൽ മാർക്ക് 600 മാർക്കാണ്. എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂർ അഥവാ 180 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 150 MCQs ആണുള്ളത്. ടോട്ടൽ മാർക്സ് 600 മാർക്ക്, 3 മണിക്കൂർ 600 മാർക്ക്, ഇത്രയധികം ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ എക്സാം പാറ്റേൺ ഫോർ ദ എഞ്ചിനീയർ ബിടെക് എക്സാം പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഫാർമസി. ഫാർമസി എന്ന് പറയുമ്പോൾ ഫാർമസി ക്യാൻ ടേക്ക് എ ഷോർട്ടർ വേർഷൻ ഓഫ് ദ ടെസ്റ്റ് ഫോക്കസിങ് ഓൺലി ഓൺ സയൻസ് സബ്ജക്ട് മാത്രമേ ഉള്ളൂ. അവിടെ 150 ആണെങ്കിൽ ഇവിടെ 75 MCQs ഉള്ളൂ. ഫിസിക്സിന് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്സ് 300 മാർക്കാണ് കേട്ടോ. അപ്പോൾ 75 ക്വസ്റ്റ്യൻസ്, 300 മാർക്ക്, എക്സാം ഡ്യൂറേഷൻ 90, 1.5 മണിക്കൂർ. അതിന്റെ പകുതി അവിടെ വരുള്ളൂ. അവിടെ 3 മണിക്കൂർ ആണെങ്കിൽ ഇവിടെ 1.5 മണിക്കൂർ മാത്രമാണ് ഏത് ഫാർമസിസ്റ്റിന് വരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ മാർക്കിംഗ് സ്കീമാണ് പറയാനായിട്ട് പോകുന്നത്. കറക്റ്റ് ആൻസറിന് 4 മാർക്കാണ്. അതായത് 150 × 4 600 മാർക്ക് വരുന്നത് കേട്ടോ. കറക്റ്റ് ആൻസറിന് കിട്ടാൻ പോകുന്നത് എത്ര മാർക്കാണ്? 4 മാർക്കാണ്. അപ്പൊ ഒരെണ്ണം കറക്റ്റ് ആയി കഴിഞ്ഞാൽ 4 മാർക്ക് അവിടെ കിട്ടും. ഇൻകറക്റ്റ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് മക്കളെ. നെഗറ്റീവ് മാർക്കിംഗ് അപ്ലൈസ് -1 ആണ്. 0.25 ഒന്നും അല്ല, ഒരൊറ്റ മാർക്ക് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ അൺആൻസർ ക്വസ്റ്റ്യൻസിന് 0 മാർക്സ്. അപ്പൊ അതിനില്ല. ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് മാർക്കുകളൊന്നും പോകില്ല. ശരിയായ കിട്ടിയ 4, കിട്ടിയില്ലെങ്കിൽ -1 എന്നുള്ള സംഭവം. അല്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 0 കേട്ടോ. മൾട്ടിപ്പിൾ ഓപ്ഷൻ, സെലക്ടീവ് മോർ ദാൻ 1 ഓപ്ഷൻ ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ റിസൾട്ടിന് പെനാൽറ്റി ഓഫ് 1 മാർക്ക്. അത് വേറൊരു കാര്യമുണ്ട്. അതായത് മൾട്ടിപ്പിൾ ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ സിയും ഡി ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും അവിടെ ഒരു മാർക്ക് കൊണ്ട് പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, കിട്ടുന്നതിനേക്കാളും എളുപ്പമാണ് പോവാൻ എന്നുള്ള കാര്യമാണ് ഇന്ന് മനസ്സിലാക്കണ്ടേ. ഇൻകറക്റ്റിന് -1 ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൻസർ ചെയ്താലും -1 വരുന്നുണ്ട്. ഇനി കീ ഡീറ്റെയിൽസ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അല്ലെ, ഇംഗ്ലീഷ്. ദ എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് ഇൻ ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ ടൈപ്പ് ഈച്ച് MCQ ഹാസ് 5 ഓപ്ഷൻസ്. ആഹാ, അടിപൊളി, 5 ഓപ്ഷൻസ് ആ ഉള്ളത്. വിത്ത് ഓൺലി 1 കറക്റ്റ് റെസ്പോൺസ്. നമുക്കിവിടെ 3 എണ്ണം തന്നിട്ടേ നേരാകാൻ പറ്റുന്നില്ല, അപ്പോഴാണ് 5 എണ്ണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ലെന്നേ. ഈച്ച് MCQs കണ്ടോ, കിട്ടാൻ പോകുന്നത് 4 മാർക്കാ. കിട്ടുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ടാബ് ഈച്ച് MCQ ഹാസ് 5 ഓപ്ഷൻസ് വിത്ത് ഓൺലി 1 കറക്റ്റ് റെസ്പോൺസ്. എക്സാം ഡേറ്റ്സ് ഏതൊക്കെയാ? എൻട്രൻസ് എക്സാം ഈസ് ഷെഡ്യൂൾഡ് ഫ്രം April 30 to 25. ഓക്കെ, അപ്പൊ April 13 to 25. April 1 തന്നെ എന്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു? ഇത് വരുന്നുണ്ട്. എന്താ വരുന്നത്? April 1 തന്നെ അഡ്മിഷൻ ടിക്കറ്റ് അല്ലെ. April 1 അഡ്മിഷൻ ടിക്കറ്റ് വരുന്നുണ്ട്. April 13 to 25 എക്സാം ഡേറ്റ്സ് വിത്ത് സ്പെസിഫിക് ഡേറ്റ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഫാർമസിസ്റ്റ് വിത്തിൻ ദിസ് വിൻഡോ. ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയാലോ, CEE-Kerala.gov.in എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. മോർ ദാൻ 1 ഓപ്ഷൻ ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ റിസൾട്ട്. ഏതാ, വീണ്ടും ഒരു ഇത് പറയുന്നുണ്ട് കേട്ടോ, മോർ ദാൻ 1 ഓപ്ഷൻ ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു. 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ ബിടെക്കിനും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനും എത്രയാണ്? 1.5 മണിക്കൂറും. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോ എല്ലാ കാര്യങ്ങളും ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എടുത്ത കാര്യങ്ങളും, അതായത് ഇപ്പോ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്തത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഫീസ് എത്രയാണ്, ഫീസ് ഓരോ കാറ്റഗറിക്കും എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു. Thanks for your time.